ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അരവിന്ദ്. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ തെലങ്കാന സന്ദർശിക്കും. ഹൈദരാബാദിലെ നാൽസാർ നിയമ സർവകലാശാലയുടെ 21ാമത് ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. സെക്കന്ദരാബാദിലെ രാഷ്ട്രപതി നിലയത്തിൽ നടക്കുന്ന ഭാരതീയ കലാ മഹോത്സവം ശ്രീമതി മുർമു ഉദ്ഘാടനം ചെയ്യും. ജമ്മുകശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട പ്രചാരണം ഊർജ്ജിതം. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ റാലികളും റോഡ് ഷോകളുമായി പ്രചാരണത്തിൽ സജീവമാണ്. പ്രധാനമന്ത്രിയും ബിജെപിയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി നാളെ ജമ്മുവിലെത്തും. ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി, പിഡിപി അധ്യക്ഷ മെഹബൂബ മുഫ്തി തുടങ്ങിയവരും പ്രചാരണ രംഗത്തുണ്ട്. അടുത്ത മാസം 1-നാണ് മൂന്നാം ഘട്ട വോട്ടെടുപ്പ്. തിരുവനന്തപുരത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. നാവായിക്കുളം സ്വദേശിയായ +2 വിദ്യാർത്ഥിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. വിദ്യാർത്ഥി ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കേരളത്തിൽ വീണ്ടും എംപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. വിദേശത്ത് നിന്ന് വരുന്നവർ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിനെ അറിയിക്കണമെന്ന് നിർദ്ദേശം നൽകി. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അർജുന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനം നാട്ടിലേക്ക് യാത്ര തിരിച്ചു. DNA പരിശോധനയിലാണ് മൃതദേഹം അർജുന്റേതാണെന്ന് സ്ഥിരീകരിച്ചത്. നാളെ ജില്ലാ അതിർത്തിയായ അഴിയൂരിൽ വച്ച് വനം മന്ത്രി AK ശശീന്ദ്രൻ മൃതദേഹം ഏറ്റുവാങ്ങും. കർണാടക പോലീസ് സംഘത്തോടൊപ്പം കാർവാർ MLA സതീഷ് സെയിലും അനുഗമിക്കുന്നുണ്ട്. കർണാടക സർക്കാർ അർജുന്റെ കുടുംബത്തിന് ആശ്വാസധനമായി 5 ലക്ഷം രൂപ കൈമാറും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 114ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും ശൃംഖലകളിൽ പരിപാടി തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക പരിഭാഷയും ഉണ്ടായിരിക്കുന്നതാണ്. മികച്ച വിനോദസഞ്ചാര ഗ്രാമങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരങ്ങൾക്ക് കുമരകവും കടലുണ്ടിയും തിരഞ്ഞെടുക്കപ്പെട്ടു. ഉത്തരവാദിത്ത വിനോദസഞ്ചാരം വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയും കേന്ദ്രം പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം, കൊച്ചി, ലക്ഷദ്വീപിലെ കവരത്തി എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃശൂർ നഗരസഭ നിർമ്മിച്ച ആകാശപാതയുടെ 2ാം ഘട്ടം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50% ഫണ്ട് അനുവദിച്ച കേന്ദ്ര സർക്കാരിനൊപ്പം സംസ്ഥാന സർക്കാരും തൃശൂർ നഗരസഭയും ചേർന്നാണ് ആകാശപാത നിർമ്മിച്ചിരിക്കുന്നത്. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ദക്ഷിണ റെയിൽവേയുടെ പാലക്കാട് ഡിവിഷനിലുടനീളം സ്വച്ഛ് ഭാരത് കൾച്ചറൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. റെയിൽവേ ഡിവിഷണൽ തിയേറ്റർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ കലാപരിപാടികൾ അവതരിപ്പിച്ചു. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി നാളെ ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കും. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. രാവിലെ 11-ന് മത്സരങ്ങൾ ആരംഭിക്കും. 9 വിഭാഗങ്ങളിലായി 74 വള്ളങ്ങളാണ് ഇത്തവണ മാറ്റുരയ്ക്കുന്നത്. സംസ്ഥാനത്തിന്റെ ടൂറിസം മേഖലയുടെ കരുത്ത് വിളിച്ചോതുന്ന കേരള ട്രാവൽ മാർട്ടിലേക്ക് മറ്റന്നാൾ മുതൽ പൊതുജനങ്ങൾക്ക് സൌജന്യ പ്രവേശനം. പരിപാടിയിൽ നാളെ ദേശീയ അന്തർദേശീയ വിദഗ്ധർ പങ്കെടുക്കുന്ന സെമിനാറുകൾ, വാണിജ്യ കൂടിക്കാഴ്ചകൾ തുടങ്ങിയവ നടക്കും. സംസ്ഥാനത്ത് നാളെ മുതൽ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കന്യാകുമാരി തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ രോഗം ആരോഗ്യ പ്രവർത്തകർക്ക് തിരിച്ചറിയുന്നതിനായി പരിശീലന മാനുവലും പ്രവർത്തന മാർഗനിർദ്ദേശങ്ങളും പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. രോഗബാധിതരെ തിരിച്ചറിയുന്നതിന് ഈ മാർഗനിർദ്ദേശങ്ങളും പരിശീലന മൊഡ്യൂളുകളും നിർണായകമാകുമെന്നും ഇത് ആരോഗ്യ പ്രവർത്തകർക്ക് ചട്ടക്കൂടൊരുക്കുമെന്നും കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി അപൂർവ ചന്ദ്ര പറഞ്ഞു. ഇസ്രായേൽ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ ജീവന് വേണ്ടി പോരാടുകയാണെന്നും UN പൊതുസഭയെ അഭിസംബോധന ചെയ്യവെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഹമാസ് കീഴടങ്ങിയില്ലെങ്കിൽ സമ്പൂർണ്ണ വിജയം നേടുന്നതുവരെ പോരാടുമെന്നും അദ്ദേഹം പറഞ്ഞു. ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ഷിഗേരു ഇഷിബ ജപ്പാന്റെ അടുത്ത പ്രധാനമന്ത്രിയാകും. 9 സ്ഥാനാർത്ഥികളാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ചത്. അടുത്ത മാസം പാർലമെന്റ് ചേരുന്നതനുസരിച്ച് ഇഷിബ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കും. മക്കാവു ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് വനിതാ ഡബിൾസിൽ ഇന്ത്യൻ താരങ്ങളായ ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദും സെമിഫൈനലിൽ കടന്നു. തായ്വാൻ താരങ്ങളെ 21-12, 21-17 എന്ന സ്കോറിനാണ് ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത്. നാളെ നടക്കുന്ന സെമിയിൽ തായ്വാൻ സഖ്യത്തെ നേരിടും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.